ഹലോ ഗൈസ്, എല്ലാവർക്കും അസ്ലം വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ PNC MAKയുടെ കോളേജും ജോയിനിങ് ഡോക്യുമെൻസിനെയും കുറിച്ചും ഫീസ് ഡീറ്റെയിലിനെ കുറിച്ചുമാണ് പറയുന്നത്. ഈ വിവരം ഒരുപാട് കുട്ടികൾക്കെങ്കിലും അറിയാമെങ്കിലും കുറച്ച് കുട്ടികൾക്കെങ്കിലും വ്യക്തത വരാനുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ അസ്ലം വ്ളോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യം തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ PNC MAKയുടെ വെബ്സൈറ്റിൽ കയറി ലോഗിൻ അലോട്ടഡ് യൂസേഴ്സ് വഴി ഇമെയിൽ ഐഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് ഹോം പേജിലെ പേയ്മെൻറ്റ് ഓപ്ഷനിൽ 10,000 രൂപ ടോക്കൺ ഫീസ് പേയ്മെൻറ്റായി നൽകേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ SSLC മാർക്ക് ലിസ്റ്റ്, +2 മാർക്ക് ലിസ്റ്റ്, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, വാക്സിൻ സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് എന്നീ പറഞ്ഞ ഡോക്യുമെൻറ്റ്സിൻ്റെ എല്ലാം ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് വേണം കൊണ്ടുപോകേണ്ടതുള്ളത്. പിന്നീട് പറയുന്നത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, കളർ ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിത്ത് നെയിം ആൻഡ് DOB അറ്റ് ദ ബോട്ടം 10 hours. ഈ വിവരം സ്റ്റുഡിയോയിൽ കൊടുത്താൽ സ്റ്റുഡിയോയിൽ നിന്നും ഈ സൈസ് ഫോട്ടോകൾ ലഭിക്കുന്നതാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇൻ CD സ്പെസിഫിക്കേഷൻ ഓഫ് ദ ഫോട്ടോ, പിന്നെ കോപ്പി ഓഫ് ആധാർ കാർഡ്. ഈ രേഖകളാണ് വെബ്സൈറ്റിൻ്റെ ഫീസ് ഡീറ്റെയിൽസിനെ കുറിച്ചാണ് പറയുന്നത്. BSc നഴ്സിംഗ് PNC MAKൻ്റെ പ്രോസ്പെക്ടസിൽ പറയുന്നത് ട്യൂഷൻ ഫീ ആയി 73,025 രൂപയും സ്പെഷ്യൽ ഫീ 23,300 രൂപയും കോഷൻ ഡിപ്പോസിറ്റായി 10,000 രൂപയും അടയ്ക്കണമെന്നാണ് വെബ്സൈറ്റിലെ പ്രോസ്പെക്ടസിൽ പറയുന്നത്. ടോട്ടൽ 96,325 രൂപയാണ് അടയ്ക്കേണ്ടത്. 10,000 രൂപയെ അടയ്ക്കുന്ന കോഷൻ ഡിപ്പോസിറ്റ് കോഴ്സ് കഴിയുമ്പോൾ തിരികെ നൽകുമെന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത്. പിന്നീട് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ കാര്യമൊന്നും വെബ്സൈറ്റിൽ പറയുന്നില്ല. ഇന്നത്തെ രീതി വെച്ച് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നാൽ കോളേജ് ജോയിനിങ് ആൻഡ് ജോയിനിങ് ഡേറ്റ് വെച്ച് നോൺ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഏതൊക്കെ കോളേജിൽ വേക്കൻസി ഉണ്ടെന്ന് അറിയാൻ സാധിക്കും. ആ സമയത്ത് വെബ്സൈറ്റിൽ കയറി ഹോം പേജിൽ നിന്നും ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ഫോർത്ത് അലോട്ട്മെൻറ്റിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും വെബ്സൈറ്റിൽ നൽകിയിട്ടില്ല. തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ കോളേജ് ജോയിനിങ് നോൺ ജോയിനിങ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷമായിരിക്കും മാനേജ്മെൻറ്റ് ഓപ്ഷൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി അസ്ലം വ്ളോഗ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.